എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഇന്നലെ അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞ് വീഡിയോ ഇട്ടപ്പം ഒത്തിരിയും പേര് നല്ല നല്ല കമൻസ് ഇട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളില്ല വിഷമിച്ചിരിക്കുന്നുണ്ടേ ഒരാളുടെ വായനെന്തെങ്കിലും നമുക്കൊരു സമാധാനമൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി നമുക്ക് മനസ്സിൽ നിന്ന് കുറേ ഭാരം പോയതുപോലെ അങ്ങ് തോന്നും. എനിക്ക് ഒത്തിരി വിഷമമില്ലെന്നല്ല, ഇപ്പോഴും വിഷമമുണ്ട്. പക്ഷേ ഒത്തിരി ഒരു സമാധാനം കിട്ടും. ഇത്രയും പേര് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ അവളെ വിളിച്ചോണ്ടേ ഡിസ്ചാർജ് ഇന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ രാത്രി 1 മണിയാണ് അമ്മയ്ക്കൊരു വെപ്രാളം പോലൊക്കെ വന്നു. വെപ്രാളം എന്ന് പറയാൻ അപ്പോൾ അവൾ രാവിലെ ഡോക്ടർ വന്നുകൊണ്ടേ ചോദിച്ച് ഇന്നലെ രാത്രി എന്തോ മെഡിസിൻ അമ്മയ്ക്ക് ഉറക്കമില്ല, അങ്ങനെ ഗുളിക കൊടുത്തു. ഒന്നീ അവർ ഉറങ്ങാനുള്ള ഗുളിക കൊടുത്തായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഇച്ചിരി സൗണ്ട് ഉണ്ടെങ്കിൽ അമ്മ ഉണരും. അപ്പോൾ അവിടെ ആണെങ്കിൽ അപ്പുറത്ത് വെഞ്ച് പറയുന്ന അപ്പുറത്ത് ഓരോരുത്തർ കരച്ചിലും ഛർദിലും ബഹളവും അങ്ങനെയൊക്കെ ആയിരുന്നേ. അമ്മയ്ക്ക് ആ ഗുളികയും കൂടെ കൊടുത്തണേ ഉറങ്ങാത്തോടെ ഇരുന്ന ഉടനെ ഒരു വല്ലാത്തൊരു വെപ്രാളോ, നമുക്കില്ല എന്തെങ്കിലും ഗുളിക കഴിച്ചെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ നമുക്കൊരു വേറൊരു രീതിയിലാണ് നമ്മുടെ മൈൻഡ് പോകുന്നത്. അത് കഴിഞ്ഞ് അവൾ പറയുന്നത് ഈ ഒരു കൊച്ചിനെ ഇങ്ങനെ തലോടി ഉറക്കുന്നത് പോലെ അവൾ ഇങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ തലോടി ഇരുന്ന് അവൾ പറയുന്നു. അവൾ കൈയൊന്ന് വിടുന്നുടനെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ചാടി ഓടുന്നു, ഇങ്ങനെ കുറുകി പിടിക്കുന്നു. അവൾ പറയുന്ന അമ്മ ഉറക്കത്തില്ല, അഥവാ അമ്മ ഉറങ്ങിയില്ല ഇത്തിരി മൈൻഡിലാണെങ്കിൽ അമ്മ പറയും, അവളോട് പറയും ഇരിക്കേണ്ട, പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. അങ്ങനെ ഇന്നിനിയിപ്പോൾ അല്ലാതെ അവൾ പറയും ഷുഗറൊക്കെ നോർമലായി, കുഴപ്പമില്ല കൊച്ചോളെ. ഇനിയിപ്പോൾ ഡോക്ടർ രാവിലത്തെ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞ് പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോഴും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനിയിപ്പം വൈകിട്ട് വരുമ്പോൾ എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എന്തുവാ, ഞാനങ്ങനെ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ്, എന്നാലും ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ്, വീഡിയോ ഇടാനിരുന്നതല്ല, കാരണം ഇന്നലെ ഒന്നും അങ്ങോട്ട് എടുക്കാനൊന്നും അങ്ങോട്ടൊരു മനസ്സും തോന്നിയില്ല. അങ്ങനെ ഇങ്ങനെ നോക്കിയുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് 2 വീഡിയോ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടില്ലായിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ നാട്ടിലത്തെ ഇതായിട്ടത്. അപ്പോൾ അത് എടുത്ത് ഇന്നങ്ങ് ഇടാമെന്ന് വെച്ചു. അത് അന്നുള്ളയാണ്. നമ്മളിങ്ങനെ ഈ വീഡിയോ കണ്ടിന്യൂസ് ഇടുവാണെങ്കിൽ ഈ നോക്കുന്നവർക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ചെല്ലും, കാണുന്നവർക്കേ. ഇപ്പം നാട്ടിൽ വെച്ചുള്ളത് വെച്ച് വ്യൂസ് നോക്കുമ്പോൾ ആൾക്കാർ കുറേ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ 2 ദിവസം ഡിലേ ആവുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ അങ്ങ് കിട്ടാതെ വരും. അതുകൊണ്ടാണ് ഞാനങ്ങ് കുഞ്ഞ് വീഡിയോ ആണെങ്കിലും അങ്ങ് ഇടുന്നത്. പിന്നെന്താ, പുതിയ കുറേ പേര് കമൻസ് ഇടുന്നുണ്ട്. മുന്നോട്ട് ഈ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇനി അന്നത്തെ വീഡിയോ ഇടാമേ. ഇപ്പോൾ ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാവരും ഒരുപോലെ ഒരു വീട്ടിലുള്ളവർ എല്ലാവരും കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പം ഒരാൾക്ക് ഒരെണ്ണം ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് ഒരെണ്ണം ഇഷ്ടമല്ല. ഞാൻ നാട്ടിൽ ചെന്നാൽ എന്നോട് എല്ലാവരും വഴക്കും പറഞ്ഞു, നീ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെക്കുക, കഴിക്കുന്നവർ കഴിക്കുക, വിശപ്പുള്ളവർ കഴിക്കും എന്നൊക്കെ. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നത്. അവർക്കിഷ്ടമുള്ളത് നമ്മളിങ്ങനെ ഉണ്ടാക്കി ഓരോരുത്തർക്കും ഉള്ളതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് മസാല ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ച്. ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഇച്ചിരി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു, കാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം കൂടെ. അപ്പോൾ അരിഞ്ഞ് വെക്കുമ്പം രാവിലെ എളുപ്പമാണല്ലേ. നമ്മൾ ഈ ഒറ്റയ്ക്കുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള പരിപാടി. പക്ഷേ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഈ നാട്ടിൽ ചെന്നിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പിറ്റേന്നത്തേക്ക് തലേന്നേ ചെയ്യാൻ തുടങ്ങുന്നത് അമ്മ എന്നെ വഴക്ക് പറയായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, രാവിലെ അങ്ങ് ചെയ്യാതാ മതി അതാന്ന്. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ഉണ്ട്, അമ്മ അരിഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. എനിക്കെന്ന് പറയുമ്പം പല കാര്യങ്ങൾ പല ഇതിൽ പോകേണ്ടതായതുകൊണ്ട് ഞാൻ തലേന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞൊക്കെ വെക്കും. അപ്പോൾ പച്ചക്കറി ഒത്തിരി ഒന്നും ഞാൻ വഴട്ടിയെടുക്കുന്നില്ല.
ജോഷ് മോൻ എന്നും മെസ്സേജ് ഇടും. ഞങ്ങളിങ്ങി വന്നു കഴിഞ്ഞ് പിള്ളേർക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനിയും ടെൻഷൻ എടുത്ത് എല്ലാവർക്കും പനിയായിയാണെന്നൊന്നും അറിയത്തില്ല. കാരണം ഇപ്പം കുഞ്ഞുങ്ങളൊരു തിരിച്ചറിവായല്ലോ. അന്ന് ഞങ്ങൾ പോയി അത്ര അറിയാം, എന്നാലും ഇപ്പോഴാണെങ്കിൽ ആരാ എന്താണെന്നൊക്കെ ഉള്ളത് ബന്ധങ്ങളും എല്ലാം അറിയാം, ജോഷിന് പ്രത്യേകിച്ച്. അപ്പോൾ എനിക്കെന്നും മെസ്സേജ് ഇടും, ബിജാൻറ്റിയേ സുഖമാണോ, എന്തുകൊണ്ട്, ഇവിടെയും സുഖമാണ്. അവനെല്ലാവർക്കും, അവൻ്റെ ഷാജിയങ്കളിനും മെസ്സേജ് ഇടും. ഇന്ന് ചേച്ചിക്ക് വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞേടി എനിക്കും ഇപ്പം മെസ്സേജ് ഇടക്കം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ ഫുഡ് കഴിപ്പിൽ അവിടെയും പിള്ളേർക്ക് ഭയങ്കര ഇതാണ്. ഒരാൾക്ക് ഇച്ചിരി, മൂത്താൾക്ക് ഇച്ചിരി മീനുണ്ടെങ്കിൽ പിന്നെ അവന് കുഴപ്പമില്ല. ഇച്ചിരി ചാറാവട്ടെ കറിയാവട്ടെ, മറ്റവൻ ആ മൂത്താൾ മോരെങ്ങാണോ ഒഴിച്ചാൽ പോലും വേണ്ടെന്ന് പറഞ്ഞ കൂടെ ബഹളമാണ്. പക്ഷേ ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്, ചമ്മന്തിപ്പൊടി. അവന്മാരും പച്ചക്കറിയോ ഇത്തിരി പുറകോട്ടെ. പിന്നെ പോൾമോൻ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ലെന്നൊക്കെ പറയുവാണെങ്കിൽ മൂത്താൾ കഴിക്കും. ഇളയാൾ പിന്നെ എല്ലാവർക്കും അങ്ങ് ഷെയറിങ്. സ്കൂളിലാണെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയാൽ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ തിന്നാൻ ഭയങ്കര മടിയാന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. അതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരിച്ചിരി വയറ്റിൽ ചെന്നാൽ മതി, പിന്നെ അവൻ അവിടെ കാണിക്കുന്ന കുസൃതിയും ഉച്ചുകുത്തി. അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തല താഴെയും കാല് മേളിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് പണ്ട് ഞങ്ങളും ഇങ്ങനെ ഉച്ചുകുത്തി മറിയുമായിരുന്നു. അതൊക്കെ ഇപ്പം നമ്മൾ അവനെ പറയും, അങ്ങനെ ചെയ്യലടാ, നിന്റെ കുടൽ പറയും, അങ്ങനെ എന്തൊക്കെ കൊച്ചിനോട് പറയും. പക്ഷേ അന്നൊക്കെ നമ്മളും ചെയ്ത് ഇതൊക്കെ ആയിരുന്നു. ഞാൻ ചോദിക്കും, നിന്നെ ടീച്ചർ അടിക്കൂടാന്ന് ചോദിക്കാന്ന് പറയും, വഴക്ക് കെട്ടിയാൽ ടീച്ചർ അടിക്കുമെന്ന് പറയുന്നു. നമ്മുടെ ഇവിടെയൊക്കെ പിള്ളേരെ അങ്ങനെ ആരും അങ്ങ് അടിക്കാറൊന്നുമില്ലല്ലേ. അവിടെ പിള്ളേരെ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് ഇവൻ പറയുന്നുള്ളതാണോ എന്തോ. വലുതായിട്ടല്ല ചെറുതായിട്ട് ചൂണ്ടുമായിരിക്കും. ഞാൻ ചോദിച്ചു, ജേക്കിന് അടി കിട്ടുമോ? ജേക്കെന്ന് പറയുന്നത് മൂത്താളാണ്. നമ്മുടെ അവനെ പൂച്ചയെ പോലെ ഇരിക്കും, അതുകൊണ്ട് അവൻ അടി കിട്ടാറില്ലെന്ന് അവൻ തന്നെ അങ്ങ് എഗ്രി ചെയ്തു. ജേക്ക് പാവത്തെ പോലെ ഇരിക്കും, ഇവരിച്ചിരി കുരുത്തക്കേടാണ്. ഇവിടെ നമ്മുടെ മസാല ചപ്പാത്തിയൊക്കെ റെഡിയായി. ഇതിവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. പിന്നെ വെജിറ്റബിൾസൊക്കെ കുറേയും കൂടെ ഇടുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പം മസാല ചപ്പാത്തി റെഡി ആയിട്ടുണ്ടേ. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് മെഴുക്കോട്ടെ. വെണ്ടയ്ക്ക മെഴുക്കോട്ടെ ഇവിടെ കൊച്ചവനും ഇഷ്ടമെന്ന് അറിയാമല്ലേ, ചപ്പാത്തിയുടെ കൂടെ. ഇനിയിപ്പോൾ എനിക്ക് പ്രൈസം മോൻ ഉണ്ടായ പിന്നെ അവൻ സ്കൂളിൽ മോർണിംഗ് ഷിഫ്റ്റ് അവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവന് സെക്കൻഡ് ഷിഫ്റ്റ് ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു 11:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പോൾ ഈ വർഷം തൊട്ടവന് രാവിലെ 6:30 ഇവിടെ ബസ് വരുമെന്ന് തോന്നുന്നു. 8 മണിക്കാണ് ക്ലാസ്സെങ്കിലും ഇവരുടെ സ്റ്റോപ്പ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇവിടുന്ന് ബസ് പോകുമ്പോൾ ഒരു 6:30 ആവും, 6:30-7 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. പിന്നെ അത് കറങ്ങിയല്ലേ അവിടെ ചെല്ലുന്നത്. അപ്പം രാവിലെ ഇനി ഉടനെ ശീലിപ്പിക്കണം അവനെ. ഇവിടെ രാത്രി കിടക്കുന്ന ഉടനെ 12 പപ്പ വരുന്ന വരെ ഇങ്ങനെ അവനിരിക്കും. 12:30 ആവും കിടക്കുമ്പോൾ. ഇനിയിപ്പം അവനെ ഒന്ന് നേരത്തെ കിടത്തി നേരത്തെ എണ്ണിപ്പിച്ച് ശീലിപ്പിക്കണം. അവനിപ്പോഴേ ടെൻഷനാണ് രാവിലെ എണ്ണിക്കുന്ന ഓർക്കുമ്പം. എനിക്കും ഇനിയും രാവിലെ ഡ്യൂട്ടിയാണ്. നേരത്തെ പോൾമോൻ 10th വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, രാവിലെ എണ്ണിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി പോൾമോന് കോളേജിൽ ഇച്ചിരി ചില ദിവസം രാവിലെ പോകണം, ചില ദിവസം അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം മെഴുക്കോട്ടിയൊക്കെ റെഡിയായി. പിന്നെ തുണി കഴുകാനിട്ടായിരുന്നു. അപ്പോൾ തുണികൾ വിരിക്കണം. ഇനിയിപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും തുണി ഉണങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അകത്ത് ഈ സ്റ്റാൻഡൊക്കെ ഇട്ട് വേണം ഇനിയും തുണികൾ ഉണക്കാൻ. പിന്നെ അകത്തിടുമ്പോൾ അങ്ങ് ഉണങ്ങിക്കോളും. എന്നാലും ഇത്തിരി നല്ലതായിട്ട് വെയിൽ കൊണ്ടുണങ്ങുന്നതും ഇങ്ങനെ അകത്ത് കിടന്നുണങ്ങുന്നതായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ അരിക്ക് വെള്ളം വെച്ചായിരുന്നു, അരിയിടാൻ വെള്ളം വെച്ചത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അരിയും കഴുകി ഇട്ടു. പിന്നെ ഇവിടെ കാബേജ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തൊന്ന് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഉച്ചയ്ക്ക് എനിക്ക് അത് മതി. സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇച്ചിരി പച്ചമുളക് ഉടച്ച് അത് ഉപ്പ് നീരാക്കി കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.